ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്, ഒരു ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏതാണ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണിത്. അപ്പോൾ ഇതാ നോക്കൂ, നേരത്തെ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സംഖ്യ തന്നെ ആവർത്തിച്ച് വരികയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ ഉണ്ടാവുന്ന ഭിന്നസംഖ്യ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ നോക്കിയത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് സംഖ്യകൾ ആവർത്തിച്ച് വരികയാണ്. ഒരു ദശാംശ സംഖ്യയിൽ രണ്ട് സംഖ്യകൾ, വ്യത്യസ്തമായ രണ്ട് സംഖ്യകൾ ആവർത്തിച്ച് വരികയാണെങ്കിൽ എന്തായിരിക്കും ഭിന്നസംഖ്യ. ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 0.25 എന്നുള്ളതാണ്. മുകളിലൊരു വര കൊടുത്തിരിക്കുന്നത് വെറുതെ അല്ല, അതെന്തിനെ കാണിക്കുന്നത്, ഇങ്ങനെ ആവർത്തിച്ച് വരുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ കണ്ടോ, 2ഉം 5ഉം രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള സംഖ്യകളാണ് ഇവിടെ ആവർത്തിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ വരുന്ന ഡിനോമിനേറ്റർ, അപ്പോൾ ഒരേ സംഖ്യ ആവർത്തിച്ച് വന്നപ്പോൾ ഡിനോമിനേറ്റർ ഏതായിരുന്നു? അതെ, 9. അപ്പോൾ ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് സംഖ്യകൾ ആവർത്തിച്ച് വരുമ്പോൾ ഒരു 9ഉം കൂടെ കൂടും, അതായത് 99 ആണ് ഇവിടെ വരുന്ന ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഡിഫറൻ്റ് സംഖ്യകൾ ആയതുകൊണ്ടാണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്തായത്, 99 എന്നുള്ളതായത്. പിന്നെ എന്ത് ചെയ്താൽ മതി, ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ ഏതാണ്, 25 അല്ലേ, 25. അപ്പോൾ 25/99 എന്നുള്ളതാണ്, 25/99 എന്നുള്ളതാണ് ഇവിടെ എന്താണ്, ഈ സംഖ്യയ്ക്ക്, ഈ ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ. ഓക്കെ ആണേ. ഇനി നെക്സ്റ്റ് നോക്കൂ, 0.36. മുകളിലത്തെ വര എന്താണ് കൊടുത്തിരിക്കുന്നത്, അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതായത് എന്താണ്, 36 ഇങ്ങനെ പോകുന്നു എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് രണ്ട് ഡിഫറൻറ്റ് സംഖ്യകളാണ് ആവർത്തിച്ച് വന്നിരിക്കുന്നത്. അപ്പൊ ഇതാ നോക്കിയേ, 36 എന്നുള്ളത് നമ്മൾ എടുത്തെഴുതി. അപ്പൊ ഡിഫറൻറ്റ് സംഖ്യകളായിരിക്കുമ്പോൾ എന്തായിരിക്കും ഡിനോമിനേറ്റർ, 99. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? 25ഉം 99ഉം ഏതെങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ സിംപ്ലിഫിക്കേഷൻ വേണ്ട, അവിടെയാണ് ഇതാണ് ആൻസർ വരിക. ഇവിടെ പക്ഷെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അല്ലെ. ഇത് രണ്ടും ഏതിന്റെ ടേബിളിൽ വരും, 9ന്റെ ടേബിളിൽ വരും അല്ലെ. 3യുടെ ടേബിളിൽ വരും, 9ന്റെ ടേബിളിൽ വരും അല്ലെ. അപ്പൊ നമുക്ക് 9ന്റെ ടേബിൾ വെച്ച് തന്നെ നോക്കാം. 9ന്റെ ടേബിളിൽ 99 എത്രാമതാണ് വരുന്നത്, 11ാമത്. ഓക്കെ, 36ഓ 4ാമത് അല്ലേ, 9 36. അപ്പൊ ഇതാണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന എന്താണ്, 0.123 ഇങ്ങനെ ആവർത്തിച്ച് വരും. എങ്ങനെയാണ് ആവർത്തിച്ച് വരുന്നത്, 123 എന്നിങ്ങനെ ആവർത്തിച്ച് പോകും. ഇവിടെ ഇപ്പോൾ 3 വ്യത്യസ്ത സംഖ്യകളാണ് ആവർത്തിച്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണെന്ന്